ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ ബ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജർമ്മനിയിലേക്ക് റീസെന്റ് ആയിട്ട് വന്നവർക്കും അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് വരാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ജർമ്മനിയിലെ ടാക്സ് എങ്ങനെയാണ്, നമ്മുടെ സാലറിയിൽ നിന്ന് എത്ര യൂറോ ആണ് ടാക്സ് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ടാക്സിന് നമ്മൾ ജർമ്മനിയിൽ പറയുന്നത് സ്റ്റോയർ എന്നാണ്. അപ്പൊ ജർമ്മനിയിൽ സ്റ്റോയർ 6 ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റോയർ ക്ലാസ് 1, അതുപോലെ സ്റ്റോയർ ക്ലാസ് 2, സ്റ്റോയർ ക്ലാസ് 3, 4, 5, 6 അങ്ങനെ 6 സ്റ്റോയർ ക്ലാസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് സ്റ്റോയർ ക്ലാസ്സിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോയർ ക്ലാസ് 1 പറ്റിയാണ്. അപ്പൊ സ്റ്റോയർ ക്ലാസ് 1 ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. സ്റ്റോയർ ക്ലാസ് 1 വരുന്നത് സിംഗിൾസ് ആയിട്ടുള്ളവര്, അതുപോലെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവര്, അതുപോലെ തന്നെ വിഡോസ് ആയിട്ടുള്ളവര്. ഇത്രയും പേരാണ് ക്ലാസ് 1 വരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ജർമ്മനിയിലെത്തി, നമ്മുടെ പാർട്ട്ണർ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇവിടെ സ്റ്റോയർ ക്ലാസ് 1 തന്നെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് പറയുന്നത് സ്റ്റോയർ ക്ലാസ് 2 പറ്റിയാണ്. സ്റ്റോയർ ക്ലാസ് 2 വരുന്നത് സിംഗിൾ പാരന്റ് ആണ്. അതായത് കുട്ടിയെ നോക്കി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫാദർ അല്ലെങ്കിൽ മദർ ആണ് ഈ സ്റ്റോയർ ക്ലാസ് 2 വരുന്നത്. ഈ സ്റ്റോയർ ക്ലാസ് 2 ഇപ്പം ഇവിടെ നമ്മുടെ ഗവൺമെന്റ് കിൻഡർ ഗൾഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള കുട്ടിയുടെ പേരന്റ് ആയിരിക്കും, അതായത് ഫാദർ ഓർ മദർ, അവരായിരിക്കും ഈ ക്ലാസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ കിൻഡർ ഗൾഡിന് അർഹതയില്ലാത്തവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി അഡൽട്ട് ആയിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റിന്, അതായത് ഫാദറിനോ മദറിനോ ഈ ക്ലാസ്സിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോയർ ക്ലാസ് 3 ആണ്. സ്റ്റോയർ ക്ലാസ് 3 വരുന്നത് കപ്പിൾസ് ആയിട്ടുള്ളവര്, അവരിൽ ഒരാൾക്കാണ് ജോലി ഉള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി ഉള്ളവര് സ്റ്റോയർ ക്ലാസ് 3 അതേസമയം ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ പാർട്ട്ണർ വരുവാണ്, അപ്പൊ അവർക്ക് വന്ന അവിടെ ജോബ് ഉണ്ടാവത്തില്ല. അപ്പൊ അവര് വരുന്നത് സ്റ്റോയർ ക്ലാസ് 5 ജോബ് ഇല്ലാത്ത ആള് സ്റ്റോയർ ക്ലാസ് 5 ജോബ് ഉള്ള ആള് സ്റ്റോയർ ക്ലാസ് 3 വരുന്നത്. ഇനിയിപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റോയർ ക്ലാസ് 4 പറ്റിയാണ്. സ്റ്റോയർ ക്ലാസ് 4 വരുന്നത് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ്, അതുപോലെ തന്നെ രണ്ടുപേർക്കും ജോലി ഉണ്ടാവണം, അതുപോലെ രണ്ടുപേർക്കും ഏകദേശം ഒരേ സാലറി ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയുള്ളവരാണ് സ്റ്റോയർ ക്ലാസ് 4 വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോയർ ക്ലാസ് 5 പറ്റിയാണ്. സ്റ്റോയർ ക്ലാസ് 5 വരുന്നത് നമ്മൾ നേരത്തെ സ്റ്റോയർ ക്ലാസ് 3 പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കപ്പിൾസ്, മാരീഡ് ആയിട്ടുള്ള രണ്ടുപേരുണ്ട്, ഒരാൾക്ക് മാത്രമേ ജോലി ഉള്ളെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോയർ ക്ലാസ് 3 അതുപോലെ തന്നെ ജോബ് ഇല്ലാത്ത ആള് സ്റ്റോയർ ക്ലാസ് 5 ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്റ്റോയർ ക്ലാസ് 5 വരുന്നവരാണ് ഇപ്പൊ ഈ മിനി ജോബ് ചെയ്യുന്നവര് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവര്, അവർക്ക് അധികം സാലറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോയർ ക്ലാസ് 5 അവരും വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോയർ ക്ലാസ് 6 പറ്റിയാണ്. സ്റ്റോയർ ക്ലാസ് 6 വരുന്നത് 2 അല്ലെങ്കിൽ 2-ലധികമോ ജോബ് ചെയ്യുന്നവരാണ് ഈ സ്റ്റോയർ ക്ലാസ് 6 വരുന്നത്. ഇനിയിപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തിനൊക്കെയാണ് ഈ സ്റ്റോയർ പിടിക്കുന്നതെന്നാണ്. അപ്പൊ ആദ്യം തന്നെ ലോൺ സ്റ്റോയർ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുണ്ട്, അതായത് വേജ് ടാക്സ്. നെക്സ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ക്രാങ്കൻ ഫെർസിഷറാണ്. നമുക്ക് ഇവിടെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒന്നാണ് ക്രാങ്കൻ ഫെർസിഷറാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം, അതൊരു ചെറിയ അസുഖം മുതൽ ഒരു വലിയ അസുഖം വരെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെർസിഷറും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്തത് ആർബൈറ്റ് ലോസ് ഫെർസിഷറുമാണ്, അതായത് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കുന്നതാണ് ഈ ടാക്സ്. അതായത് നമുക്കൊരു എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് ജോബ് നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ 1 ഇയർ വരെ നമ്മൾ ഈ ടാക്സ് അടയ്ക്കുന്നത് വഴി 1 ഇയർ വരെ നമുക്ക് ഇവിടെ ഗവൺമെന്റിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇനി വരുന്നതാണ് റെന്റ് ഫെർസിഷറും, അതായത് പെൻഷന് വേണ്ടിയിട്ടുള്ള ടാക്സ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലീഗെ ഫെർസിഷറും, നഴ്സിംഗ് കെയർ ഇൻഷുറൻസ്. അതുപോലെ തന്നെ കിർഷെ സ്റ്റോയറും ഉണ്ട്. കിർഷെ സ്റ്റോയറിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് അടയ്ക്കുന്നതാണ് ഈ കിർഷെ സ്റ്റോയർ. ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്ന ടാക്സുകൾ.
ഇനി നിങ്ങൾക്ക് എത്ര സാലറിയാണ് കിട്ടുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ജർമ്മൻ ടാക്സ് കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിന്റെ സൈറ്റിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ സാലറി എത്രയാണെന്ന് നമ്മൾ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ്, ഏത് ടാക്സ് ക്ലാസ്സിലാണെന്നുള്ളതും എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കിട്ടുന്ന ഏകദേശം സാലറി നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് വരാൻ പോകുന്ന നേഴ്സുമാരുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് ഇവിടെ എത്ര സാലറി കിട്ടും, ടാക്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൈ കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നേഴ്സായിട്ട് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രാക്ടിക്കാൻഡിനായിട്ട് ഒരു 6-7 മാസം ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ഒരു 2300 to 2600 ആയിരിക്കും നമ്മുടെ ഏകദേശ സാലറി. അതുപോലെ തന്നെ നമ്മുടെ ഒരു 600 to 800 യൂറോ ആയിരിക്കും നമുക്ക് ടാക്സ് എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത്. ബാക്കി പൈസ നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു കണക്കാണ്. ഓരോ സ്റ്റേറ്റിനനുസരിച്ച് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.